ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറിയോട്ട് പോവാം. ഹീറോയിൻ്റെ ഫ്രണ്ട് സമാധാനം ഉണ്ടാക്കുന്ന ഹീറോയിൻ ഞാൻ എത്ര ആഗ്രഹിച്ചു ഇവരെ പോടാ എന്നും പറഞ്ഞ ഹീറോയിൻ വീടും സാഡായിരുന്നു. അങ്ങനെ ഹീറോയിൻ ജോലിയായിട്ട് എൻ്റെ ഫ്രണ്ട്സ് കൂടെ എൻജോയ് ചെയ്തായിരുന്നു. എൻ്റെ പി ടി എസ് മെമ്പർക്കും പി ടി എസ് മെമ്പർ മുത്തശ്ശൻ പറയാൻ തുടങ്ങിയായിരുന്നു. മോനെ ഒരു കാര്യം പറയാനുണ്ട്. എന്താ അച്ഛാ? മുത്തശ്ശ ഈ പി ടി എസ് മെമ്പർ അച്ഛനോട് പറയാൻ തുടങ്ങിയായിരുന്നു. എനിക്ക് എൻ്റെ അനിയത്തിന് എൻ്റെ മോളെ കാണോടാ അച്ഛ, അവൾ ഡാ അങ്ങനെ അച്ഛൻ പറയാൻ തുടങ്ങി. പി ടി എസ് മെമ്പർ അച്ഛൻ ഞാൻ ദേഷ്യപ്പെടാത്ത കറിയോ നമ്മൾ മാരേജിലേക്ക് പോകുന്ന ചെക്കൻ ഭയങ്കര ചീറ്റ് ചെയ്യുന്നവനാ. അതുമാത്രമല്ല അവൾക്ക് വേണം ആഗ്രഹമുണ്ട്. അപ്പോഴാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അവളെ മെറ്റി അയച്ചതാ. എനിക്ക് അവളിപ്പോൾ എവിടെ ഉള്ളത്, എന്ത് ചെയ്യുന്നത് എനിക്ക് നന്നായിട്ട് അറിയടാ എന്നെ മുത്തശ്ശൻ പറയായിരുന്നു. ഇത് കേട്ട് പി ടി എസ് മെമ്പർ അച്ഛൻ എനിക്ക് ഷോക്കായിരുന്നു. എൻ്റെ അച്ഛനും പറഞ്ഞു, അതേടാ നീ പോയിട്ട് എൻ്റെ മോളും വിളിച്ചോണ്ട് വാടാ എന്ന് പറഞ്ഞ് കോൾ ചെയ്ത് വിളിക്കടാ എന്ന് പറഞ്ഞായിരുന്നു. അച്ഛൻ പറയായിരുന്നു. അച്ഛൻ പറഞ്ഞു കേട്ടിട്ട് ശരി അച്ഛാ, എനിക്ക് ദേഷ്യമൊന്നുമില്ല അച്ഛാ, നിങ്ങൾക്ക് ഈ സത്യം അറിയോ? എനിക്ക് ഷോക്കായിരുന്നു അച്ഛനോട് മോൻ പറയായിരുന്നു. ശരി ഓക്കെ. അങ്ങനെ അച്ഛൻ ചേട്ടൻ ഹീറോയിൻ്റെ അച്ഛൻ കോൾ ചെയ്ത് വിളിച്ചായിരുന്നു. ഫോൺ എടുത്തായിരുന്നു. ഹലോ എങ്ങനെയുണ്ടടി, സുഖം തന്നെയാണോ? ചേട്ടാ സുഖം തന്നെയാണോ? എന്താ ചേട്ടൻ കോൾ ചെയ്തത്? അച്ഛനക്കെല്ലാം അറിയോ നിനക്ക് പ്രശ്നം വരാൻ പാടില്ല എന്ന് നടന്നത് പറയായിരുന്നു. അങ്ങനെ ഞാൻ വരാൻ പോവാന്ന് പറഞ്ഞായിരുന്നു. ചേട്ടാ അത് ഇല്ലടി, ഞാൻ വരാൻ പോവാന്ന് പറഞ്ഞായിരുന്നു. എൻ്റെ ഹസ്ബൻഡോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. ശരി ഓക്കെ, എപ്പോൾ വരാം? നാളെ ഞാൻ വരാൻ പോകുന്നു. എൻ്റെ ഹസ്ബൻഡോട് ഇരിക്കാൻ പറഞ്ഞു. ശരി ഓക്കെ എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഹീറോയിൻ്റെ അച്ഛൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് അത് നാളെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ വരുമോ, അത് ഡേറ്റ് അവിടെ വരുന്ന എത്തുമ്പോൾ ഇത്രയാവും ടൈം ആവുമെന്ന് ഹീറോയിൻ നാളെ അവിടെ ഞാൻ പുറപ്പെടും എന്ന് പറഞ്ഞായിരുന്നു. ശരി പോയിട്ടാന്ന് പറഞ്ഞു ഹീറോയിൻ്റെ അമ്മ. അങ്ങനെ ഹീറോയിൻ ജോലിയായിട്ട് ഫ്രണ്ട് കൂടെ എൻജോയ് ചെയ്താൽ ഡേയ്സ് പോകാൻ തുടങ്ങി. കുറച്ച് ഡേയ്സ് പോകാൻ തുടങ്ങി. അങ്ങനെ പി ടി എസ് ഉമ്മൻ്റെ അച്ഛൻ വീട്ടിലേക്ക് വന്നു. അച്ഛൻ വന്നു. എന്ത് പറ്റി? അച്ഛനും പിന്നെ മുത്തശ്ശനും വന്നിരുന്നു. ഇത് കേട്ട് ഷോക്കായി മുത്തശ്ശൻ. അതുമാത്രമല്ല മുത്തശ്ശൻ ഹീറോയിനും അങ്ങനെ ഫാമിലീസ് വന്നായിരുന്നു. ഇത് കണ്ട് ഷോക്കായിരുന്നു. എന്താ നിങ്ങൾ ഫാമിലി വന്നു? ഫാമിലീസ് വന്നായിരുന്നു. ഹീറോയിൻ്റെ അമ്മക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. റൂം ഓൾറെഡി റെഡിയാക്കി അയച്ചായിരുന്നു. അച്ഛാ അത് ഇല്ലടാ, പ്രശ്നമൊന്നുമില്ല. ഫീച്ചേഴ്സ് മെമ്പർക്കും അറിയായിരുന്നു. അതുമാത്രമല്ല ചെറിയൊരു പ്രശ്നമുണ്ട്, ആ സോൾവായി നിങ്ങൾ പോവാന്ന് പറഞ്ഞായിരുന്നു. അച്ഛാന്ന് ഹീറോയിൻ്റെ അമ്മ കെട്ടിപ്പിടിച്ച് കയറിയായിരുന്നു. സാരില്ലടാ. മരുമണി എങ്ങനെയുണ്ട്? സുഖം സർ എന്ന് പറയുമായിരുന്നു. ശരി ഓക്കെ. അതല്ല എനിക്ക് ബിസിനസ് ഹെൽപ്പ് ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. ഹീറോയിൻ്റെ മുത്തശ്ശൻ പറഞ്ഞാണ്. ഹീറോയിൻ്റെ അച്ഛനക്ക് ബിസിനസ് ഹെൽപ്പ് ചെയ്യുന്നത് പണമല്ല കൊടുക്കുന്നത്, സീക്രട്ടായിട്ട് ഒരു നെയിമിലാണ്. അതോട് ഷോക്കായി ഹീറോയിൻ്റെ ചേട്ടനക്ക് ഹീറോയിൻ്റെ അമ്മേൻ്റെ ചേട്ടനക്ക് ഷോക്കായിരുന്നു. അച്ഛൻ നിങ്ങളാണ് കൊടുക്കുന്നത്. അപ്പോൾ ഹീറോയിൻ്റെ അമ്മക്കും ഷോക്കായിരുന്നു. ആരോ തരുന്ന അറിയില്ല. ചേട്ടനും കൊടുക്കായിരുന്നു, രണ്ടുപേരും കൊടുക്കായിരുന്നു പണം. അതുകൊണ്ട് രണ്ടുപേരും ഇടപാടിയായിരുന്നു. ശരി ഓക്കെ, ഞാനും കൂടെ തരുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിരിക്കാൻ തുടങ്ങിയായിരുന്നു. എൻ്റെ കൊച്ച് പാരകുട്ടി എവിടെ? അവളിപ്പോൾ വരൂ. അമ്മ ഓടി വന്നായിരുന്നു ഹീറോയിൻ. അപ്പോൾ ഹീറോയിനെ കണ്ട് അവരുള്ള ഷോക്കായിരുന്നു. അത് ക്യൂട്ടായിരുന്നു. ആരമ്മ ഇത്? എൻ്റെ ഗ്രാൻഡ്മ അങ്കിളാണ്. ഇത് മാമാണോ? അതെ മാ. ഇത് ഹായ് അങ്കിൾ ആൻറ്റി. അതെ മാമ ആൻറ്റി. ഓക്കെ ഇത് സ്വന്തം മമ്മിയും ഉണ്ടായിരുന്നു. ഇത് കണ്ട് അവർക്ക് പിടിച്ചായിരുന്നു. നന്നായിട്ട് ക്യൂട്ടാണ്. എന്താ പഠിക്കുക? ഞാൻ ഫസ്റ്റ് ഇയറും പഠിക്കുകയാണെന്ന് ഹീറോയിൻ പറഞ്ഞായിരുന്നു. ഇത് കേട്ടത് ഫസ്റ്റ് ഇയറാണോ പഠിക്കുന്നത്? അതെ എന്ന് ഹീറോയിൻ സ്മൈൽ ചെയ്ത് പറയായിരുന്നു. അങ്ങനെ ഹീറോയിൻ അങ്ങനെയായിട്ട് ചിരിച്ചിട്ട് പറയായിരുന്നു. ശരി ഓക്കെ എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ചേച്ചി എന്ന് പറഞ്ഞ് ഓടി വന്നായിരുന്നു. ഇതെൻ്റെ ഒരു മോൻ, എനിക്ക് ട്വിൻസ് പറഞ്ഞില്ല, ഇത് ബോയാണ്. ഫസ്റ്റ് ഗേൾ പറഞ്ഞത് അറിയോ? ഇത് പറഞ്ഞായിരുന്നു. ഫസ്റ്റ് ഗേൾ വന്നത് ഇതാണ്. രണ്ട് കുട്ടികൾ വന്നു. ഇത് അനിയനാറ്റിയ. ഗ്രാൻഡ്മ നിങ്ങൾ വന്നു? അതെ അത് അനിയൻ്റെ അതെ ഗേൾ ബോയ് എന്നിട്ട് കേട്ടായിരുന്നു. അവർ ക്ലാസ് പറഞ്ഞായിരുന്നു. എന്താ
അതിൽ ബോയ് ബേബി ഉണ്ട്, ഗേൾ ബേബി ബോയ് ബേബി ഉണ്ടായിരുന്നു. ബോയ് ബേബി 10th, അതെ 10th അത്ര പഠിക്കുക, 10th അത് 7th ആണോ ഗേൾ ബേബി എന്തോ. അത് ഫസ്റ്റ് ബോയ് ബേബി അല്ല ഹീറോയിൻ അനിയനു, പിന്നെ ഗേൾ ബേബി ആയിരുന്നു ലാസ്റ്റ്. അതുകൊണ്ട് ഹീറോയിൻ പറഞ്ഞു ശരി വാ നമുക്ക് ഡിന്നർ കഴിക്കാൻ. ഹീറോയിൻ ഡിന്നർ കഴിക്കായിരുന്നു. ഹീറോയിൻ കുറച്ച് നല്ല എന്താ അമ്മ എന്തായിരുന്നു? ഇല്ലമ്മ പ്രിയ ഒരു ഫങ്ഷനുണ്ട്. എന്ത് ഫങ്ഷനാ മോം? മറന്നു. ഇതാണ് ഇത് പറഞ്ഞു. ഇത് കേട്ട് ഷോക്കായിരുന്നു. എന്ത്? അതേ മോളെ, അതുമാത്രമല്ല ഓണമാണ് എന്ന് ഹീറോയിനോട് പറഞ്ഞു. ഇത് കേട്ട് ഷോക്കായിരുന്നു. മോം ഓണമാണോ? അതെടി, ഓണത്തിൽ എല്ലാവരും മമ്മിക്ക് എല്ലാവരും വന്നു. ഓണമാണ്. ഓണത്തിൽ ഹീറോയിൻ നല്ല സൂപ്പറായിട്ട് സാരി എടുത്തായിരുന്നു. കാണാൻ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുണ്ടായിരുന്നു. ഹീറോയിൻ പറയായിരുന്നു അമ്മ അനിയൻ്റെ കോള് കണ്ട് ചിരിക്കായിരുന്നു ഹീറോയിൻ. എന്താ കോമഡി ആയിട്ടുണ്ടല്ലേ. ഹീറോയിൻ്റെ അനിയത്തി പട്ട് പാവാട ഇട്ടായിരുന്നു. ഹീറോയിൻ ചെമ്മടി ഉപ്പായിരുന്നു. അതുകൊണ്ട് ഹീറോയിൻ ചിരിക്കായിരുന്നു. ഇങ്ങനെ ഒരു ബ്ലാക്ക് കാർ വന്നായിരുന്നു. ബ്ലാക്ക് കാറിൽ ഇറങ്ങി ബോയ്സ് 7 പേർ വന്നായിരുന്നു. ഇത് ഹീറോയ്ക്ക് അറിയില്ലായിരുന്നു. ഹീറോയിൻ്റെ അനിയത്തി അവിടെയാണ് കൊണ്ടാക്കാമായിരുന്നു. അപ്പോൾ യഥാർത്ഥം നോക്കുക, ബ്ലാക്ക് കാറിൽ ബോയ്സ് ഇറങ്ങി വരുന്നു. ഇതാരാ ഇംഗ്ലീഷ് ബോയ്സ് എന്ന് ഹീറോയിൻ്റെ അനിയത്തി ശ്രദ്ധിക്കായിരുന്നു. ഇത് ഇവിടെ കണ്ട മാതിരി ആണെന്ന് അവർ ശ്രദ്ധിക്കായിരുന്നു. അവർക്കൊന്നും മനസ്സിലായില്ല. അവർ ഇറങ്ങി വന്ന് അത് ഹീറോയിൻ്റെ വീട്ടിൽ ഒരു കാറുണ്ട്. ആ കാറിലാണ് ഒരു വാൻ കാർ അതിൽ ഇറങ്ങി വന്നത് ബോയ്സ് 7 പേര്. അകത്ത് വന്നായിരുന്നു. അവർ കുട്ടികളൊക്കെ സ്മൈൽ ചെയ്ത് അകത്ത് പോയി. എന്താ സ്മൈൽ ചെയ്ത്? അച്ഛാ എന്ന് വിളിച്ച ഫീച്ചേഴ്സ് മെമ്പർ വന്നായിരുന്നു. ഫീച്ചേഴ്സ് മെമ്പറായിരുന്നു. വന്നുടാ വന്നു. അപ്പം മാസ്ക് ഇടാന്ന് പറഞ്ഞായിരുന്നു. ഫീച്ചേഴ്സ് മെമ്പർ 7 പേര് മാസ്ക് ഊരിയായിരുന്നു. ഹീറോയിൻ്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു അവിടെ. അവർക്ക് ഷോക്കായി പോയി. ഫീച്ചേഴ്സ് മെമ്പർ നിങ്ങൾ 47 അത് അങ്ങനെ അവർ ഷോക്കായിരുന്നു. ഹീറോയിൻ്റെ ഉമ്മയ്ക്ക് ഷോക്കായിരുന്നു. അതൊക്കെ അവർ പറയാൻ തുടങ്ങി. നിങ്ങളാണ് എൻ്റെ ആൻറ്റി ആണോ?